റഷ്യയിൽ നിന്ന് വരുന്ന അതിഭീകരമായ ഒരു ദൃശ്യമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഞാൻ കാണിക്കുന്നത്. പാലിട്ര ന്യൂസ് ടെലിവിഷൻ ചാനലാണ് ഈ ദൃശ്യങ്ങൾ പുറത്ത് വിട്ടിരിക്കുന്നത്. സംഭവം ഇതാണ്: ഒരു റഷ്യൻ യുവതിയെ അബോധാവസ്ഥയിൽ രാത്രി റോഡ് സൈഡിൽ നിന്ന് കാണുകയും അവരെ ഇംഗോറോക്യ ക്ലിനിക്കിലേക്ക് അവിടുത്തെ നാട്ടുകാർ എത്തിക്കുകയും ചെയ്യുന്ന സംഭവമുണ്ടായി. സ്ത്രീക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധം വന്നപ്പോഴാണ് സംഭവം. ഈ ക്ലിനിക്കിലെ നഴ്സുമാരോട് ഈ യുവതി ബ്ലഡ് ചോദിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചികിത്സയുടെ ഭാഗമായി ഡോക്ടറെ എത്തി ബാക്കി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് തരാമെന്ന് പറയുകയുണ്ടായി നഴ്സുമാർ. പക്ഷേ അതിനിടയ്ക്ക് ഈ യുവതി അവിടെ നിന്ന് എണീച്ച് വരികയും ഇഗ്ഗോറക്ക ക്ലിനിക്കിലെ അഡ്മിനിസ്ട്രേഷനിലുള്ള ഒരു യുവതിയുടെ അടുത്തേക്ക് വരുന്ന രംഗം നിങ്ങൾ കാണുന്നു. അതിനുശേഷമാണ് സംഭവം. ഈ പെട്ടെന്ന് ഈ സ്ത്രീ വാമ്പയറിനെ പോലെ ഈ യുവതിയുടെ കഴുത്തിലേക്ക് കടിക്കാൻ ചെല്ലുന്ന രംഗമാണ് ദൃശ്യത്തിൽ കാണുന്നത്. അതിഭീകരമായ കാഴ്ച, വളരെ ചർച്ചാ വിഷയമായിരിക്കുന്ന സംഭവമാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാർക്കും സെക്യൂരിറ്റിക്കും എന്തോ ഈ യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയാസ്പദം തോന്നിയതുകൊണ്ട് തന്നെ ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. തക്ക സമയത്ത് പോലീസ് എത്തിയതുകൊണ്ട് ഈ യുവതിയെ കീഴടക്കാൻ ശ്രമിച്ചു. അത് സാധിക്കുകയും ചെയ്തു. എന്നാൽ ഈ യുവതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ ഞെട്ടിക്കുന്ന വസ്തുത വളരെ വിചിത്രമാണ്. ഫുൾ വീഡിയോ ചാനലുണ്ട്. എന്നാൽ റഷ്യയിലെ പോലീസ് പൊളിറ്റ്സിയ മേധാവി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ സ്ത്രീ ഇതിനു മുമ്പേയും ഇവരെ 1-2 തവണ വാണിംഗ് ചെയ്തതാണെന്നും അവരെ ഇതിനു മുമ്പ് പല സ്ഥലങ്ങളായിട്ട് കണ്ടെത്തുന്നെന്നും അവകാശപ്പെടുന്നു. പിന്നീട് വലിയൊരു ഗ്യാങ് ഉണ്ടെന്നും ഇലുമിനാറ്റി സംബന്ധമായിട്ടുള്ള ഒരു ഗ്യാങ്ങിനോട് സംബന്ധമായി തന്നെയാണ് ഇവരുടെയും ഒരു ഗ്യാങ് എന്ന് അവകാശപ്പെടുന്നു. ഈ ദിവസം ഇറങ്ങിയ ലോക ചാപ്റ്റർ 1 ആ ഫിലിമിലെ രംഗങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ റിയാലിറ്റിയും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് റഷ്യയിലാണെന്ന സംഭവം ഇത് ഇപ്പോഴും തെളിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. രാത്രികാലങ്ങളിൽ വിജനമായ സ്ഥലത്ത് ആൾക്കാരെ തപ്പിയിറങ്ങുകയും അതിനുശേഷം അവരെ മൃഗീയമായി കൊല്ലുന്ന ഒരു പ്രവണതയും ഇവരിൽ കണ്ടുവരുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവിച്ചത് മറ്റൊന്നാണ്. ബ്ലഡ് കിട്ടാതെ വരുമ്പോൾ അബോധാവസ്ഥരാകുന്ന ഈ സ്ത്രീ അതിനുശേഷം ഈ സ്ത്രീയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയാണ് വീണ്ടും ഞെട്ടിക്കുന്ന വസ്തുതകൾ ആരംഭിച്ചത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എന്തും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊരു സത്യം കൂടിയുണ്ട്. പക്ഷേ ഇത് ഉൾക്കൊണ്ടേ തീരൂ. അതിനുള്ള പ്രൂഫ് അടക്കമാണ് ഇപ്പോൾ വരുന്ന വാർത്തകളും അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും.